ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ ഇന്ന് ഫ്രഷ് ആവണം. ഇപ്പോൾ ഉറക്കം എണീറ്റേ ഉള്ളൂ. ടൈം അടുപ്പിച്ചായി. 5-10 മിനിറ്റ് മുമ്പേ പോണതാ. ഇന്ന് നേരത്തെ നേരം വിളിക്കുന്നത്. എന്ത് പറ്റിയെന്നൊരു പിടിയില്ല. ചേഞ്ച് ആവാൻ പോണായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈം വന്നാൽ അതുപോലെ ആവാൻ പോകണമെന്ന് തോന്നുന്നു. യെസ്, അങ്ങനെ ഇവിടെ വന്നിട്ട് ഏകദേശം 1 വർഷമായി. 1 വർഷം ആവാറായി. യെസ്, കൂട്ടും ചെയ്ത് കൊണ്ടിരിക്കും. കാലൊക്കെ വേദനിക്കണമെങ്കിൽ അയ്യോ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതൊന്നും ആയിക്കൊണ്ടിരിക്കും. ഈ സമയത്തുള്ള മോർണിംഗ് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കൂല. മടിയാൻ അതിലൊന്നുമില്ല. വെറും മുട്ട തന്നെ ചുമ്മാ ഉണ്ടാക്കിയ സാധനമാണത്. അങ്ങനെ വരെ ഉണ്ടാക്കാൻ മടിയാണ്. ഇനി പോയി അവിടെ ചെന്നിട്ട് നോക്കണം. ഈ ആദം ഒന്ന് നോക്കണം. ഈ കറണ്ട് വന്നാൽ അവർക്ക് ഇൻഫോം ചെയ്യണം. അതുകൊണ്ട് എൻ്റെ ഇത് സപ്ലിത പോയായിരുന്നു, സ്കാഡ പോയായിരുന്നു. അതും പോയി. ഇപ്പോൾ കോൾ വന്നായിരുന്നു. അത് വരുമ്പോൾ ഒന്ന് ഇൻഫോം ചെയ്യണേന്ന് പറയും. അതുകൊണ്ട് ഈ ഫോണും ചാർജ് ചെയ്യുന്നു. ഫോണ് ഫുൾ ടൈം അവിടെ ഇരുന്നുകൊണ്ട് യൂസ് ചെയ്ത് ഇപ്പോഴേ ചാർജ് ചെയ്യുന്നു. പിന്നെ ഒന്നും ആയില്ല. സമയം ഹെവി യൂസിങ് ആയിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തോണ്ടലായിരുന്നു. അയ്യോ സമയം പോയി. ഇനി കൊണ്ട് ഫോണിനൊന്ന് ചാർജ് തീർന്നു. 8% ഉള്ളൂ. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് ഫോൺ എടുക്കുക. കറക്റ്റ് സെറ്റാണ്. മറ്റേ പുള്ളി അവിടെ ഇരിക്കും. ഇനി അങ്ങ് പോകണം തിരിച്ചു. സ്പീക്കർ വാങ്ങിച്ചു. ഇതാണ് കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചത് കമ്പ്യൂട്ടറിൽ വയ്ക്കാൻ. അങ്ങനെ സ്പീക്കർ കെട്ടി ഇത് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. 5-10 ദിവസം കൊണ്ട് തപ്പിയ സാധനമാണ്. ഫസ്റ്റ് പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവണില്ല. ഡെലിവറി ചാർജ് കൂടുതൽ. സാധനത്തിന് ഏകദേശം 8-9 രൂപയേ ഉള്ളൂ. പക്ഷേ ഡെലിവറി ചാർജ് വന്നിട്ട് അതിനു കൊണ്ട് 7 രൂപ. അപ്പം മുതലാവൂല. നല്ല എമൗണ്ട് ആവും. ഫോൺ വയ്ക്കാതെ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എടുക്കണത്. സൈസുണ്ട് കേട്ടോ സാധനം. ഞാൻ വിചാരിച്ചേക്കാളും ഉണ്ട് സൈസ്. കണ്ട ഒരു എക്സ്റ്റിമേറ്റ് സൈസ് മനസ്സിലായിരുന്നു. എൽബോ ഇവിടെ ഒരു കൈഫുണ്ട്. അതായത് ഒരു ഇത്ര ഈ മടക്കിൻ്റെ ഇത്രയുണ്ട്. അതല്ല ഇതൊന്ന് യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് നോക്കണം സൗണ്ടൊക്കെ എങ്ങനെ. അപ്പോൾ ഇത് യൂട്യൂബിൽ സൗണ്ട് വരാനില്ല. ഇത് കമ്പ്യൂട്ടർ ബേസ്. കാരണം ഫോൺ ചാർജ് ചെയ്തുമ്പോൾ ഇവിടെ ഇരുന്ന് സമയം പോകണ്ടേ. അങ്ങനെ അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് നോക്കട്ടെ. അത് ആക്സ് കേബിളിൽ കണക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് റെഡി ആവണില്ല. ഇതിൻ്റെ പോർട്ടിൽ കൊടുത്ത് റെഡി ആവണില്ല. ബാക്കിൽ കൊടുത്ത് റെഡി ആവണില്ല. ഇനി വെയിറ്റ് ചെയ്യാം. ചെയ്തു നോക്കാം. ഇപ്പം ഇനി വട്ടായി. ഇനി കുറച്ചും കൂടി ചെയ്താൽ എനിക്ക് ഭ്രാന്താണ്. ഇനി വിശക്കുകയും ചെയ്യണം. ഫുഡ് കഴിക്കട്ടെ. ആദ്യം ഇത് ഫുള്ളൊന്ന് ലെവലും അഡ്ജസ്റ്റ് ചെയ്യണം. ഫുള്ളൊന്ന് നോക്കിയതിനു ശേഷം വേണം. അതിന് വേറെ കുഴപ്പമില്ല. ഇനി പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. തലവേദന മാറിയില്ല. ആ സാധനം നോക്കി എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന സാധനം ഒരു കുത്തിന്
ഇത് കാണിച്ചു വരേണ്ടതാണ്. ഇത് ഇതുവരെ വന്നിട്ടില്ല. അതിൽ സൗണ്ട് കുറവാണ്ടാണ് ആ സാധനം വാങ്ങിച്ചത്. ഇപ്പോൾ ഫോണിൽ കണക്ട് ചെയ്ത് കേൾക്കാം. ഇവിടെ ഫുള്ള് ഇടി നല്ല കിടുക്ക സൗണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. കണക്റ്റായ അടിപൊളിയായിരിക്കും. നോക്കട്ടെ അത്. ഇനി ആ കമ്പ്യൂട്ടറിലെ സാധനത്തിൻ്റെ ഇതിൻ്റെ മിസ്റ്റേക്ക് വല്ലതും ആണോ എന്തോ. അങ്ങനെയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ചിലപ്പോൾ അവർ ഊരിയിട്ടിരിക്കുന്നതായിരിക്കും. അത് പറയാൻ പറ്റില്ല. എങ്ങനെ നോക്കട്ടെ അത്. കഴിക്കണം. പോയി ചീസ് കൊടുക്കും. അത് തന്നെ. ആ ചീസ് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഫോണും ചാർജ് ഇടും. അത് തന്നെ. അതാണ് ഇപ്പോഴേ വീഡിയോ എടുത്തത്. ചാർജില്ല. പാതിയേ ഉള്ളൂ. ഇനി ഇത് കഴിച്ചിരുന്ന് പറഞ്ഞാൽ അങ്ങ് പോകാൻ വേണ്ടി അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 80 മതി. പിന്നെ അടുത്തിനി നേരെ ഫുഡ് കഴിച്ചിരുന്നു. ഇടയിൽ കോൾ വന്നായിരുന്നു. എഞ്ചിനീയർ വിളിച്ചായിരുന്നു. നോക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് ഇടയ്ക്ക് സ്കാഡ പോയിരുന്ന സ്ഥലമുണ്ട്. അത് വന്നെന്ന് പറഞ്ഞ് പുള്ളി എന്നെ വിളിച്ച് ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഇടയിൽ കൂടി പോയി പുള്ളിക്ക് ഫോട്ടോ അയച്ചു കൊടുത്ത് ഇപ്പോൾ കഴിച്ചിരുന്നു. കറക്റ്റാണ്. ഫോണും ഏകദേശം ചാർജ്. കുഴപ്പമില്ല. ഇനി അവിടെ ചെന്ന് അങ്ങ് ഇരിക്കും. യെസ്. വയറും ഇത് സെറ്റായി. ഫുഡും കഴിച്ച് കൂടിപ്പോയി കഴിച്ചത്. കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിരിക്കാൻ മടിച്ചു. അങ്ങനെ കഴിച്ചത്. ഇനി പോയി നോട്ട് കമ്പ്യൂട്ടർ ബേസിൽ കുറച്ച് എല്ലാ സ്ഥലവും ചെക്ക് ചെയ്തിട്ട് അവിടെ ഇരിക്കും. ഫുള്ള് റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞു. ഇനി നേരെ അങ്ങ് ഇറങ്ങണം. ഞാൻ സംഭവം ഫോൺ എടുക്കാൻ മറന്നു. ഇവിടെ വെച്ചിട്ട് വന്നിട്ട് ടൈമായി. 4 മണി അടുപ്പിച്ചേ. പക്ഷെ പോയോടെ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കണം. ഇത് പെട്ടെന്ന് സമയം പോയി. ചെടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് സെറ്റായി. ഇനി കുറച്ച് നേരം ഇരിക്കുമല്ലോ. നേരെ ഡ്യൂട്ടിക്ക് കയറാൻ പോകണം. ഹെൽമെറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അതും എടുത്ത് നമുക്ക് പോകണം. പോയൊന്ന് എല്ലായിടം ഒന്ന് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കണം. അങ്ങനെ ലൈറ്റൊക്കെ ഓണാക്കി അടിപൊളിയാക്കി ഇനി പോയി സൺസെറ്റ് നോക്കാം. നോക്കിയിട്ട് കാര്യമില്ല. കാരണം എപ്പോഴത്തെ പോലെ അല്ല. ഇതൊക്കെ 6 മണിക്ക് വന്ന കറക്റ്റാണ്. പക്ഷെ ഒരു പവർ സൂര്യൻ ഭംഗിയില്ല. പെർഫെക്റ്റ് കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു ഭംഗി വരുന്നില്ല. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ടൈമായില്ലേ. അതിനടുത്ത് ഫുള്ളൊന്ന് കമ്പ്യൂട്ടർ ബേസ് ചെക്ക് ചെയ്യണം. ഒന്ന് കുറച്ച് കോൾ വിളിച്ച് പറയാനുണ്ട്. ലെവല അടുത്ത് വേറെ പരിപാടിയൊന്നുമില്ല. എവിടെ ഇരിക്കുക, കമ്പ്യൂട്ടർ നോക്കുക, അത്രയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.